നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ലിസ്റ്റിൽ ഒന്നാമത് ഞാനും എന്റെ മകനും ആയിരിക്കും. ഏയ് അല്ല, ഒന്നാമത്തെ പേര് നിന്റെ ഭർത്താവിൻ്റെതായിരുന്നു. എന്നെ ആദ്യമായി പിന്നിൽ നിന്ന് കുത്തിയ ആ ചതിയന്റെ ഡെന്നീസിന്റെ. എന്തായാലും ആ പേര് കാലം ചുവന്ന മഷി കൊണ്ട് നേരത്തെ അങ്ങ് വെട്ടി. എന്റെ ഡെന്നിച്ചായൻ നിങ്ങളെ എന്ത് ചതിച്ചു? കാഞ്ചനെ, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ല, പതിവ് മരുന്നൊന്നും കഴിച്ചില്ലേ? ഓ, കാര്യം പറയുമ്പോ കാഞ്ചനെ ഭ്രാന്തിയാക്കിയാ മതിയല്ലോ. ഇന്നലെ രാത്രി സ്വപ്നത്തിൽ കർത്താവ് എന്റെ അടുത്ത് വന്നു. ഏത് കർത്താവ്? ജീസസ് ക്രൈസ്റ്റ്. ഓ, പ്രാർത്ഥിച്ച് അങ്ങേരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയാനായിരിക്കും. പരിഹസിക്കണ്ട. സഹോദരങ്ങളോട് ക്ഷമിക്കുക എന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. അത് നന്നായി. ഞാനിപ്പൊ പ്രാർത്ഥിച്ചപ്പോഴും ചിന്തിച്ചത് നിങ്ങളുടെ കാര്യമാ. രാജാവിനെ പോലെ ആളും ആരവങ്ങൾക്കും ഇടയിൽ ജീവിച്ച നിങ്ങള് ഇപ്പൊ ഒറ്റപ്പെട്ട് തുരുമ്പെടുത്ത ആയുധം പോലെ. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. സ്വയം നെഞ്ചിലൂതി ഉള്ളിലെ ആവി കുറയ്ക്കാൻ നോക്കണ്ട. ഒറ്റ മകൾ ഒറ്റപ്പെടുത്തിയതിന്റെ വിങ്ങലേ നിങ്ങളുടെ ഓരോ ചലനങ്ങളിലും കാണാം. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ എനിക്ക് നിങ്ങളോട് പകയ്ക്ക് പകരം സഹതാപമാണ് തോന്നുക. തൽക്കാലം ജയശങ്കറിന് ആരുടെയും സഹതാപം വേണ്ട. ആ, വേണ്ടി വരും. അഹങ്കാരം ഊന്നുവടിയാക്കി എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? മകൾ എന്ന് ആ വക്കീല് പെണ്ണിനെ ഫോണിൽ വിളിക്കുന്നത് കേട്ടു. ഏത് വക്കീല് പെണ്ണെ? ആ വക്കീല് സിദ്ധാർത്ഥൻ, നിരഞ്ജന്റെ മുറപ്പെണ്ണിന് വേണ്ടി വെച്ചിരിക്കുന്ന ആ വക്കീലില്ലേ? എന്നതാ അവളുടെ പേര്? ഇന്ദുലേഖയോ ചന്ദ്രലേഖയോ അങ്ങനെ എന്തോ അല്ലേ? അതെന്തോ ആട്ടെ, നീ കാര്യം പറ. ഇത്രേ അവള് ചോദിക്കുന്നതേ ഞാൻ കേട്ടുള്ളൂ. 10-18 വർഷം പഴക്കമുള്ള മരണത്തിന്റെ കാര്യത്തില് ഇനി കോടതി പോയ അന്വേഷണത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോന്ന്. ആരുടെ മരണമാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അവളുടെ അമ്മയുടെ മരണം, മായരഞ്ജനയുടെ മരണം. അന്വേഷിക്കട്ടെ, അതിൽ ഞാനെന്തിനാ ഭയപ്പെടുന്നത്? ഭയക്കണം, ഭയന്നേ പറ്റൂ. മായാരഞ്ജനിയുടെ എല്ലുപൊടി പോലും ഭൂമിയിലില്ല എന്നുള്ള ധൈര്യത്തിലാ ഉള്ളിലെ പെടപ്പ് മറച്ചുവെച്ച് നിങ്ങൾ ഈ വീമ്പിളക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ നാളെ ആ നേഴ്സ് സീതാലക്ഷ്മിയെ കൂടി അക്ഷര തപ്പിയെടുത്ത് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയ അവര് നിങ്ങൾക്ക് നേരെ ഒന്ന് വിരല് ചൂണ്ടിയ തീർന്നു ഡോക്ടർ ജയശങ്കർ. കാഞ്ചന, നിർത്ത്. എനിക്ക് ഉറങ്ങണം. നീ ചെല്ല്. നിങ്ങളോടുള്ള ഒരു ഇത്തിരി അലിവ് എന്റെ മനസ്സിന്റെ കോണിൽ എവിടെയോ മിച്ചം കിടക്കുന്നത് കൊണ്ട് പറഞ്ഞതാ. ഇപ്പൊ നിങ്ങൾക്കെതിരെ പട നയിക്കാൻ ഒരുങ്ങുന്നതും നിങ്ങളെ തോൽപ്പിക്കാൻ ഒരുങ്ങുന്നതും സ്വന്തം ചോര തന്നെയാ. ഒറ്റയ്ക്ക് നിന്നാ നിങ്ങൾ ജയിക്കത്തില്ല. ഒരു കസേര കയറി നിന്ന് കഴുത്തില് ഒരു കുടുക്കിടാനുള്ള ത്രാണി പോലും നിങ്ങൾക്കില്ലെന്നോർക്കണം. രക്തബന്ധത്തിന്റെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ജയിക്കാനാവില്ല. എന്ന് വെച്ചാ എന്റെ സഹായം നിങ്ങളെന്ന് ആലോചിച്ചു നോക്ക്. ആഹാ, വെള്ളം എടുക്കാൻ വന്നതായിരുന്നോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അല്ല, എന്തായിരുന്നു ഡാഡിയുടെ മുറിയിൽ ഒരു അടക്കം പറച്ചില്? നിനക്ക് താല്പര്യമുള്ള വിഷയം തന്നെയായിരുന്നു. മനസ്സിലായില്ല. നേഴ്സ് സീതാലക്ഷ്മിയുടെ കാര്യം. സാമിയോടാണെന്ന് തോന്നുന്നു. ഫോണിലൂടെ എന്തോ അടക്കം പറയുന്ന കേട്ടാ ഞാൻ അങ്ങോട്ട് ചെന്നേ. കാശ് കൃത്യമായി എത്തിച്ചില്ലേ, പുതിയ വീട് കണ്ടുപിടിച്ചു കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടു. അപ്പച്ചി ചുമ്മാ കഥകൾ മെനയരുത്. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതിയടി, എനിക്ക് നിർബന്ധമില്ല. ഹൈവേ വെച്ച് 50 ലക്ഷം രൂപ ആവിയായിപ്പോയ വഴി ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. നീ തേടി പിടിക്കുമെന്ന് ഭയന്നിട്ടായിരിക്കും
പുതിയ വീടെടുത്ത് സീതാലക്ഷ്മിയെ സേഫ് ആക്കി മാറ്റുന്നേ. അതുമാത്രല്ല ഞാൻ കേട്ടത്, ഒരു നല്ല വക്കീലിനെ കണ്ടെത്തണമെന്ന് സ്വാമിയോട് പറയുന്നത് ഞാൻ കേട്ടു. അതും രഹസ്യമായി വേണം, അക്ഷരം നിനച്ചിനും അറിയണ്ടെന്ന്. വക്കീലിനെയോ? അതെന്തിനാ? 18 വർഷം മുമ്പത്തെ കേസ് കുത്തിപ്പൊക്കി ആരെങ്കിലും കൊണ്ടുവന്നാ നമുക്കതിന് തടയിടണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടു. അത്രയും പറഞ്ഞപ്പോഴേക്കും എന്നെ കണ്ടു. ഹപ്പേന്ന് കോള് കെട്ടുകയും ചെയ്തു. 18 വർഷം മുമ്പത്തെ കേസ് എന്താണെന്ന് നിനക്കറിയാലോ അല്ലേ? നിന്റെ അമ്മയുടെ മരണം, അല്ല കൊലപാതകം. നീ ഇങ്ങനെ ഒരിക്കലും ജയിക്കാത്ത വെല്ലുവിളിയുമായിട്ട് നടന്നു. നാളെ സീതാലക്ഷ്മി ഈ വീട്ടിൽ വന്ന് പൊറുതി തുടങ്ങിയാലും അത്ഭുതപ്പെടാനില്ല. ഞാനിത് പറഞ്ഞത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടോ ഡാഡിയും മകളും തമ്മിലുള്ള യുദ്ധം കൊഴുപ്പിക്കാനോ ഒന്നുമല്ല. മായാരഞ്ജിനിയോട് എനിക്ക് യാതൊരു പകയും ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. നിന്റെ ഡാഡി പോലും അറിയാതെ മായ എനിക്ക് ചില സഹായങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാ ശരി. ഹാരി, അക്ഷരയ്ക്കൊന്നും അറിയത്തില്ല. ഞാൻ എന്റെ ബ്ലഡ് റിസൾട്ട് അയച്ചിട്ടുണ്ട്. നീ ഒന്ന് നോക്ക്. നമുക്ക് നേരിൽ കണ്ട് വിശദമായി സംസാരിക്കാം. അടുത്ത ദിവസം ഒരു യാത്രയുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം. വേണ്ട വേണ്ട, നീ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. അക്ഷര, ഹാരിയായിരുന്നു. വെല്ലൂരിലെ നമ്മുടെ ഡോക്ടർ ഹാരി പോൾ, എൻ്റെ പഴയ കൊളീഗ്. ഹാരിക്ക് എന്തിനാ നിങ്ങളുടെ ബ്ലഡ് റിസൾട്ട്? എന്റെ ബ്ലഡ് റിസൾട്ടോ? നിന്റെ തലയ്ക്കെന്താ ഓളമുണ്ടോ? ബ്ലഡ് റിസൾട്ട് അയച്ച കാര്യം പറയുന്നത് ഞാൻ കേട്ടതല്ലേ? ഓ, അതോ? അത് ശങ്കരമ്മാവന്റെ ബ്ലഡ് റിസൾട്ട്. നിങ്ങളെക്കാളും മെഡിക്കൽ ഡോക്ടറൊന്നും അല്ല ഈ പറയുന്ന ഹാരി. ഓ, ചുമ്മാ ഒരു തേർഡ് ഒപ്പീനിയൻ ഇരിക്കട്ടെ എന്ന് വെച്ചു. എന്തിനാ കള്ളം പറയുന്നേ? നിങ്ങളുടെ ബ്ലഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടതല്ലേ?